അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരുമ്പ് സാമഗ്രികൾക്ക് മുകളിൽ കൊടും കാറ്റടിച്ചാൽ യാദൃശ്ചികമായ ഒരു വിമാനമുണ്ടാകുമോ? കാട്ടിലെ മരം ഒഴുകി വന്ന് താനെ ഒരു കപ്പലുണ്ടാകുമോ? കുരങ്ങന്റെ കയ്യിൽ പേന നൽകിയാൽ ഒരു മഹാകാവ്യം രൂപം കൊള്ളുമോ? എങ്കിൽ പിന്നെ അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ മഹാപ്രപഞ്ചവും കത്തിജ്വലിക്കുന്ന സൂര്യനും തൊട്ടിൽ പോലെ സുരക്ഷിതമായ ഭൂമിയും അമ്പരപ്പിക്കുന്ന ജൈവ വൈവിധ്യങ്ങളും അത്ഭുതങ്ങളുടെ അത്ഭുതമായ മനുഷ്യനും വിശ്രമമില്ലാതെ മിടിക്കുന്ന നമ്മുടെ ഹൃദയവും അതീവ സങ്കീർണമായ ജീവകോശങ്ങളും എല്ലാം യാദൃശ്ചികമായി സ്വയം രൂപപ്പെട്ടു എന്നും എങ്ങനെയൊക്കെയോ എല്ലാം സംഭവിക്കുന്നുവെന്നും യാതൊരു ബുദ്ധിയും ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നില്ല എന്നും വിവേകമുള്ളവർ വാദിക്കുമോ? 13.73 ബില്യൺ വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇതുവരെ കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ അറ്റം ഭൂമിയിൽ നിന്ന് 4650 കോടി പ്രകാശവർഷം അകലെയാണ് എന്നറിയുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ വിശാലതയും സങ്കീർണതയും നമുക്ക് ബോധ്യപ്പെടുക. ഭൂമിയിൽ നിന്ന് 149.6 മില്യൺ കിലോമീറ്റർ അകലെയായിട്ട് പോലും നമുക്ക് സഹിക്കാനാവാത്ത ചൂട് നൽകുന്ന സൂര്യൻ, ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ടത്രേ സൂര്യന്. മണിക്കൂറിൽ 1669 കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങുമ്പോൾ തന്നെ ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ ചുറ്റുകയാണ് ഭൂമി. ഭൂമിയുടെ കറക്കം നിലച്ചുപോയാൽ ദിവസങ്ങൾക്കകം ജീവജാലങ്ങൾ നശിച്ചു പോകും. 20 ലക്ഷം മുതൽ 10 കോടി വരെ സസ്യജന്തുജാലങ്ങൾ ഭൂമിയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. 500 രൂപയിൽ താഴെ മാത്രം വില വരുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കപ്പെടുമോ? നമ്മുടെ ശരീരത്തിൻ്റെ 80% ജലമാണത്രേ. ഓരോ മിനിറ്റിലും 750 മില്ലി ലിറ്റർ രക്തം തലച്ചോറിലൂടെ കടന്നു പോകുന്നുണ്ട്. 10 സെക്കൻഡ് രക്തയോട്ടം നിലച്ചാൽ നമ്മുടെ ബോധം നഷ്ടമാകും. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾക്ക് മാത്രം 500-ലധികം കിലോമീറ്റർ നീളമുണ്ട്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ഒരു ദിവസം 19,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. ഹൃദയം ഒരു വർഷം 10 ലക്ഷം ബാരൽ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. 20 കിലോമീറ്റർ കാർ ഓടിക്കുന്നതിനുള്ള ഊർജം ഒരു ദിവസം ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വാചകം ഞാൻ പറഞ്ഞു തരും മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ 10 കോടി കോശങ്ങൾ മരിക്കുകയും പകരം പുതിയവ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മ കണിക മുതൽ ഭീമാകാരന്മാരായ നക്ഷത്ര സമൂഹങ്ങൾ വരെ പഠനവിധേയമാക്കുമ്പോൾ ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം നമുക്ക് ബോധ്യപ്പെടാതിരിക്കില്ല. ബുദ്ധിയില്ലാത്തവർക്കല്ലാതെ ദൈവത്തെ നിഷേധിക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ കഴിയാത്തവർ, ഒരു മൊട്ടുസൂചി പോലും തനിയെ ഉണ്ടാവുകയില്ലെന്നറിയുന്നവർ, അവരടങ്ങുന്ന പ്രപഞ്ചവും തനിയെ ഉണ്ടായി എന്ന് പറയുന്നത് എത്രമാത്രം അപഹാസ്യമാണ്. ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്നും ഒരു കോശത്തിൽ നിന്നും തുടങ്ങി അനേകായിരം വിവിധ സ്വഭാവങ്ങളുള്ള കോശങ്ങളിലേക്കുള്ള വളർച്ചയിൽ, സങ്കല്പങ്ങൾക്കതീതമായ വ്യാപ്തിയും വേഗവുമുള്ള ഗ്രഹങ്ങളിൽ, നിസ്സാര ജീവികളായ തേനീച്ചയുടെയും ഉറുമ്പിൻ്റെയും പോലും പ്രവർത്തന വൈദഗ്ധ്യങ്ങളിൽ, കടലിൻ്റെ അഗാധതയിലുള്ള മത്സ്യങ്ങളുടെ ഉപജീവനത്തിൽ, കാറ്റിലും മഴയിലും വെയിലിലും മാറി മാറി വരുന്ന രാപ്പകലുകളിലും ഋതുഭേദങ്ങളിലും ഒരു സ്രഷ്ടാവിൻ്റെ വൈഭവം കാണാൻ കഴിയാത്തവർ കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ? إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون.